أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وكفى والسلام على عباده الذين اصطفى ما بعد അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷവും സമാധാനവും നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, ഉമ്മമാരുണ്ട്, പെങ്ങന്മാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സഫലമാക്കട്ടെ. എല്ലാവരുടെയും വിഷമങ്ങളെ അല്ലാഹു മാറ്റിത്തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ റജബിന്റെ ആദ്യത്തെ തിങ്കളാഴ്ച രാവിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്, അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവാണ് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ റജബിൽ ഒരു തിങ്കളാഴ്ച രാവ് അനുഭവിക്കാൻ അവസരം നൽകിയ അള്ളാഹുവിനെ നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. അൽഹംദുലില്ലാഹ്, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റജബ് മാസത്തിൽ നമ്മൾ ഒരു പ്രാർത്ഥന പതിവാക്കി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല റജബ് തീരുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തിന്റെ സാമ്പത്തിക പ്രശ്നമാകട്ടെ, മക്കളുടെ വിഷയമാകട്ടെ, കുടുംബപരമായ വിഷയമാകട്ടെ, ജോലി സംബന്ധമായ വിഷയമാകട്ടെ, ഇങ്ങനെ തുടങ്ങി നാമുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഫതഹും ഒരു വിജയവും ഒരു ബറക്കത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അത്ഭുതകരമായ ഒരു പ്രാർത്ഥന നമ്മൾ പരിചയപ്പെടുകയാണ്. ഇൻഷാ അല്ലാഹ്, നമുക്കറിയാം പരിശുദ്ധമായ റജബ് മാസത്തിന് വലിയ മഹത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ഫളലല്ലാഹു ബഅദഹും അലാ ബഅദ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ചിലതിനേക്കാൾ അല്ലാഹു മഹത്വം നൽകി. എല്ലാ സ്ഥലവും ഒരുപോലെയല്ല, എല്ലാ ദിവസവും ഒരുപോലെയല്ല, എല്ലാ വ്യക്തികളും ഒരുപോലെയല്ല. ചിലർക്ക് ചിലരേക്കാൾ മഹത്വം അല്ലാഹു കൊടുത്തു. എത്രത്തോളം എന്നാൽ എല്ലാ കല്ലുകൾ പോലും ഒരുപോലെയല്ല എന്നതുപോലെ ചില മാസത്തിനേക്കാൾ ചില മാസങ്ങൾക്ക് അല്ലാഹു പവിത്രത നൽകി. അങ്ങനെയുള്ള അല്ലാഹു വലിയ മഹത്വം നൽകിയ, പവിത്രത നൽകിയ പരിശുദ്ധമായ റജബ് മാസമാണ് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മിൻഹ അർബഅത്തുൻ ഹുറും, വിശുദ്ധമായ ഖുർആൻ പവിത്രമെന്ന് പറഞ്ഞു. ഷഹറുല്ലാഹ്, അല്ലാഹുവിലേക്ക് ചേർത്തി അല്ലാഹുവിന്റെ മാസമെന്ന് വിളിച്ചു. റജബ് എന്ന പേര് തന്നെ വലിയ മഹത്വമുള്ള മാസം എന്നാണ് സൂചിപ്പിക്കുന്നത്. പരിശുദ്ധമായ റജബ് ഒരുപാട് പ്രത്യേകതകൾ പലപ്പോഴും നമ്മൾ സംസാരിച്ചു. നിസ്കാരം അല്ലാഹു നിർബന്ധമാക്കിയ മാസമാണ്. ഇങ്ങനെ റമദാനിന് വേണ്ടി ഒരുങ്ങേണ്ടുന്ന മാസം, ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ പരിശുദ്ധമായ റജബിനുണ്ട്. അങ്ങനെയുള്ള പരിശുദ്ധമായ റജബ് മാസം നാം അനുഭവിക്കുമ്പോൾ റജബിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തു എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ റജബിൽ അത്രത്തോളം ബറക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അല്ലാഹു നമുക്ക് നൽകുന്നത് കൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടാവുക. എന്താണ് ബറക്കത്ത്? എന്താണ് ഈ ബറക്കത്ത്? നമ്മൾ എപ്പോഴും ഇങ്ങനെ ചോദിക്കുക, ബറക്കത്ത് നൽകണേ. അതൊരു ഫാത്തിഹ വിളിച്ച അല്ലാഹു ബറക്കത്ത് നൽകണേ. എപ്പോഴും നിക്കാഹ് നടത്തിയ അല്ലാഹുമ്മ ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ, അല്ലേ? ഉസ്താദിനെ കണ്ട ഉസ്താദ് കച്ചവടത്തിൽ ബറക്കത്ത് ഉണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യാണ്, വീട്ടില് ബറക്കത്ത് ഉണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യാണ്. എന്താണ് ബറക്കത്ത്? നമ്മൾ ഈ ബറക്കത്ത് വേണം എന്ന് ചോദിക്കും. എന്താണ് ബറക്കത്ത് എന്നറിയോ? സുബൂത്തുൽ ഖൈരിൽ ഇലാഹി ഫീ ഷൈഇൻ, ഒരു വസ്തുവിൽ, അത് വീടാവട്ടെ, കുടുംബമാകട്ടെ, പണമാകട്ടെ, ജോലിയാകട്ടെ, വാഹനമാകട്ടെ, ഭക്ഷണമാകട്ടെ, എന്തുമാകട്ടെ, ഒരു വസ്തുവിൽ ഇലാഹിയായ ഒരു ഖൈറുണ്ടാവുക. ഇലാഹിയായ ഖൈർ എന്ന് പറഞ്ഞാൽ അഭൗതികമായ ഖൈറായിരിക്കും, നമുക്ക് നോക്കിയാൽ കാണൂല. അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു അനുഗ്രഹം അള്ളാഹു നമുക്ക് നൽകുക എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു ഉഹദ് യുദ്ധത്തിൽ ആദ്യം ഷഹീദായ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ മകനോട് വസിയത്ത് ചെയ്തു, എനിക്ക് ഒരുപാട് കടമുണ്ട്, ഞാൻ മരണപ്പെട്ടാൽ എന്റെ കടം വീട്ടണം. അങ്ങനെ ബഹുമാനപ്പെട്ടവരുടെ മകൻ ആ വസിയത്ത് നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. എങ്ങനെ എന്റെ പിതാവിന്റെ കടം വീട്ടും? ഈത്തപ്പഴമെല്ലാം ഒരുമിച്ച് കൂട്ടിയപ്പോൾ, ഈത്തപ്പഴ കൃഷി ഉണ്ടായിരുന്നവർക്ക് ഈത്തപ്പഴമെല്ലാം പറിച്ചെടുത്തപ്പോൾ റസൂലുള്ളാഹിനോട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, എന്റെ പ്രിയപ്പെട്ട വാപ്പ അവരുടെ കടം വീട്ടാൻ വേണ്ടി എന്നോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ഞാൻ ഈത്തപ്പഴം വിൽക്കാൻ പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്തു ചെയ്തെന്നറിയോ? കൂട്ടിവെക്കപ്പെട്ട ആ ഈത്തപ്പഴത്തിന്റെ ചുറ്റുഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 പ്രാവശ്യം വലയം വെച്ചു. എന്നിട്ട് അത് വിറ്റോളൂ എന്ന് പറഞ്ഞു. അത് മുഴുവനും വിറ്റ് തീർന്നപ്പോഴേക്കും അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹുവിന്റെ കടം മുഴുവനും വീടി എന്നാണ് പരിശുദ്ധമായ ഹദീസുകൾ, ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പരിശുദ്ധമായ അനുഗ്രഹീതമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ഖൈർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ആ ബറക്കത്ത് നമ്മുടെ മക്കളിൽ നമുക്കുണ്ടാകണം. ഒരുപാട് മക്കളുണ്ടായിട്ട് കാര്യമില്ലല്ലോ, മക്കളിൽ നമുക്ക് ബറക്കത്ത് ഉണ്ടാകണം. മക്കളിൽ ബറക്കത്ത് ഉണ്ടാകുമ്പോൾ ദുനിയാവിലും നമുക്ക് ഉപകരിക്കും, ആഖിറത്തിലും ഉപകരിക്കും. മക്കളിൽ ബറക്കത്തില്ലെങ്കിൽ ദുനിയാവിലും നമുക്ക് ഫിത്നയായിരിക്കും, ആഖിറത്തിൽ പറയും റബ്ബന അതഅനാ സാദതനാ വകുബറാഅനാ ഫഅളല്ലൂന സബീൽ ഫാത്തിഹിം ലിഅഫൈനി, ഞങ്ങൾക്ക് തരുന്നതിന്റെ ഇരട്ടി എന്റെ വാപ്പാക്ക് കൊടുക്ക്, വാപ്പയാണ് എന്നെ പഴപ്പിച്ചതെന്ന് പറയും. ഒരുപാട് മക്കളുണ്ടായിട്ട് കാര്യമില്ല, മക്കൾ ഒന്നാണെങ്കിലും അതിൽ ബറക്കത്തുണ്ടാവുക എന്നുള്ളതാണ്. ഒരുപാട് സമ്പത്തുണ്ടാവുക എന്നുള്ളതല്ല. അള്ളാഹു നമുക്ക് സമ്പത്ത് കുറച്ചാണ് നൽകിയതെങ്കിലും നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ മതിയാകണം, നന്മയിൽ ചെലവഴിക്കാൻ കഴിയണം, സ്വതക്ക ചെയ്യാൻ കഴിയണം. ഒരുപാട് സമ്പത്തുള്ള ആളുകളെക്കാൾ ചിലപ്പോൾ അധികം സമ്പത്തൊന്നും ഇല്ലാത്ത ആളുകളായിരിക്കും എല്ലാം നേടുകയും നല്ല നല്ല കാര്യങ്ങളിൽ സമ്പത്ത് ചെലവഴിക്കുകയും ചെയ്യുക. അപ്പൊ സമ്പത്ത് ബറക്കത്തുണ്ടാവുക എന്നുള്ളതാണ്, ഒരുപാട് സമ്പത്ത് ഉണ്ടാവുക എന്നുള്ളതല്ല. സമ്പത്തിൽ ബറക്കത്തുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സംതൃപ്തി നേടിയെടുക്കാൻ കഴിയും. ആയുസ്സിൽ ബറക്കത്തുണ്ടാകണം. ഒരുപാട് വർഷം, 90 വർഷം വരെ ജീവിച്ചു, അല്ലെങ്കിൽ 100 വർഷം വരെ ജീവിച്ചു, ലാസ്റ്റ് ഈമാനില്ലാതെ മരിച്ചു, വല്ല ബറക്കത്തുണ്ടോ? അല്ലെങ്കിൽ 100 വർഷം വരെ ജീവിച്ചു, ഒരു ഇബാദത്തും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, സൽക്കർമ്മങ്ങൾ കുറവാണ്, ബറക്കത്തുണ്ടോ? ബറക്കത്തില്ല. 100 ആയുസ് കിട്ടിയിട്ട് എന്താ കാര്യം? ഇമാം നവവി റഹിമഹുല്ലാഹ് ബഹുമാനപ്പെട്ടവർ 40 വയസ്സ് മാത്രമേ ജീവിച്ചിട്ടുള്ളൂ, പക്ഷെ ആയുസ്സിൽ അല്ലാഹു ബറക്കത്ത് നൽകി. അദ്ദേഹം എഴുതിയ കിതാബുകൾ 100 വർഷം ഇരുന്നെഴുതിയാൽ പോലും തീരാത്ത കിതാബുകൾ ബഹുമാനപ്പെട്ടവർക്ക് എഴുതാൻ കഴിഞ്ഞു. ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇമാം നവവി റഹിമഹുല്ലാഹ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തെ അല്ലാഹു ആയുസ്സിൽ ബറക്കത്ത് നൽകിയെന്ന് നമ്മുടെ മഹാന്മാർ ഉസ്താദുമാർ പറയാറുണ്ട്. വാഹനത്തിൽ ബറക്കത്തുണ്ടാകണം, നമ്മൾ പഠിച്ച അറിവുകളിൽ ബറക്കത്തുണ്ടാകണം, നമ്മുടെ ജോലികളിൽ ബറക്കത്തുണ്ടാവണം, നമ്മുടെ വീടുകളിൽ ബറക്കത്തുണ്ടാകണം. ഇങ്ങനെ തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റജബ് മാസത്തിൽ ധാരാളം ബറക്കത്തുകൾ നമുക്ക് ചൊരിഞ്ഞു തരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ബറക്കത്തിനെ നമ്മൾ എങ്ങനെ നേടിയെടുക്കും? ആ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും എങ്ങനെ കൊണ്ടുവരും? മഹാന്മാർ മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്, വിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ഓതിയിട്ട് ബറക്കത്ത് അല്ലാഹു നൽകാനുള്ള ഒരുപാട് വഴികൾ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഏതാനും ചില വഴികൾ പഠിക്കുകയാണ്. ഒന്നാമത്തെ മാർഗം എന്നുള്ളത് തഖ്വയോടെ ജീവിക്കുക എന്നുള്ളതാണ്. തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബറക്കത്ത് നൽകും. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൂ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർള്. ആ ഗ്രാമവാസികൾ വിശ്വസിക്കുകയും അതുപോലെ തഖ്വയെ മുറുകെ പിടിക്കുകയും ചെയ്തപ്പോൾ അവരുടെ മേൽ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ധാരാളം ബറക്കത്തുകൾ നാം ചൊരിഞ്ഞു കൊടുത്തു. എന്നാൽ വലാകിൻ കദ്ദബു, അവർ കളവാക്കിയപ്പോൾ ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, അവരെ നാം ശിക്ഷിച്ചു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അപ്പോൾ തഖ്വ മുറുകെ പിടിക്കുക. എന്താ തഖ്വ? അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക, അല്ലാഹു നിരോധിച്ച കാര്യങ്ങൾ വെടിയുക. ഇതൊക്കെ റജബ് മാസത്തിൽ നമ്മൾ ചെയ്യുമ്പോഴേ അല്ലാഹു നമുക്ക് ധാരാളം ബറക്കത്ത് നൽകുകയുള്ളൂ. അതുപോലെ ബറക്കത്തിന്റെ മറ്റൊരു മാർഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ദിക്ർ ചൊല്ലുക, ഇസ്തിഗ്ഫാർ ഉൾപ്പെടെയുള്ള ദിക്റുകൾ അധികരിപ്പിക്കുക എന്നുള്ളത്. ഫഖുൽതു അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, മഴ നൽകും. വയുംദിദുക്കും ബി അംവാലിൻ വ ബനീൻ, അല്ലാഹു സമ്പത്തിൽ ബറക്കത്ത് നൽകും, അല്ലാഹു മക്കളിൽ ബറക്കത്ത് നൽകും, അല്ലാഹു കൃഷിയിൽ ബറക്കത്ത് നൽകും, കച്ചവടത്തിൽ ബറക്കത്ത് നൽകും, എല്ലാ മേഖലകളിലും അല്ലാഹു ബറക്കത്ത് നൽകും. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക, മറ്റു ദിക്റുകൾ അധികരിപ്പിക്കുക. ഈ റജബ് മാസത്തിൽ അല്ലാഹു ധാരാളം ബറക്കത്ത് ചെയ്യുമ്പോൾ ഇസ്തിഗ്ഫാറും അതുപോലെ മറ്റു ദിക്റുകളും നാം അധികരിപ്പിക്കുക എന്നുള്ളത് ബറക്കത്ത് ലഭിക്കാനുള്ള മറ്റൊരു മാർഗമാണ്. വിശുദ്ധമായ ഖുർആൻ പറയുന്നു, എന്റെ ദിക്റിനെ ആരെങ്കിലും അവഗണിച്ചാൽ ഫഇന്ന ലഹു മഈശത്തൻ ലങ്കാ, അവന്റെ മഈശത്ത് ഞാൻ കുടുസാക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അപ്പൊ ദിക്റിലേക്ക് മടങ്ങുക എന്നുള്ളത് ബറക്കത്തിന്റെ ഒരു വഴിയാണ്. അതുപോലെ മറ്റൊരു വഴിയാണ് സലാം പറയുക എന്നുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ല, അനസേ
മോനെ നീ നിന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ സലാം പറയണം കേട്ടോ, അത് നിനക്കും ബറക്കത്താണ്, നിന്റെ വീട്ടിലുള്ളവർക്കും ബറക്കത്താണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. അതുപോലെ ധാരാളമുണ്ട്. ഏതാനും ചില വിഷയങ്ങൾ നമ്മൾ പറയുകയാണ്. ഏറ്റവും അവസാനമായി ബറക്കത്ത് അള്ളാഹു നമുക്ക് നൽകാനുള്ള ഏറ്റവും വലിയൊരു വഴി അത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥന അധികരിപ്പിക്കുക. റസൂലുള്ളാഹിന്റെ എത്ര പ്രാർത്ഥനകൾ കാണാം ബറക്കത്തിന് വേണ്ടിയിട്ട്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മുദ്ദിനാ വസാഇനാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ അസ്മാഇനാ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ അബ്സാരിനാ. ഞങ്ങളുടെ കണ്ണുകളിൽ കാതുകളിൽ ബറക്കത്ത് നൽകണേ. അല്ലാഹുമ്മ ബാരിക് ലനാ അസ്വാജിനാ വസുദ്ദിയാത്തിനാ. ഭാര്യമാരിലും മക്കളിലും ബറക്കത്ത് ചെയ്യണേ. റസൂലുള്ളാഹിന്റെ പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ബുഖൂരിനാ. പ്രഭാതത്തിൽ ബറക്കത്ത് നൽകണേ. ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ. നിക്കാഹിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ബറക്കത്തിന്റെ. അതുപോലെ റജബ് മാസത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുകയും ഏറ്റവും കൂടുതൽ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയും ചെയ്ത പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ. അല്ലാഹുവേ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ. വബല്ലിഗ്നാ റമളാൻ. റമളാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ അല്ലാഹ് എന്നുള്ളത് അതിന്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. വഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ. റമളാനിൽ ഖുർആൻ ഓതാനും നിസ്കരിക്കാനൊക്കെ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ് എന്ന് നമ്മൾ നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ പ്രാർത്ഥനകൾക്കിടയിൽ, നമ്മുടെ നിസ്കാരത്തിന് ശേഷം, നമ്മുടെ എല്ലാ പ്രാർത്ഥനയിലും നാം ഈ ഒരു പ്രാർത്ഥന കൊണ്ടുവരണം. നമ്മൾ ഈ റജബിൽ ധാരാളം ഈ പ്രാർത്ഥന അധികരിപ്പിക്കുമ്പോൾ അല്ലാഹു നമ്മുടെ മക്കളിലും, അല്ലാഹു നമ്മുടെ സമ്പത്തിലും, അല്ലാഹു നമ്മുടെ ജോലിയിലും, അല്ലാഹു നമ്മുടെ കുടുംബങ്ങളിലും, വാഹനങ്ങളിലും, വരുമാനങ്ങളിലും, എല്ലാ മേഖലകളിലും ഇലാഹിയായ ഖൈറ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥിരപ്പെടുത്തി തരും. അല്ലാഹു ബറക്കത്ത് നൽകും. ബറക്കത്തിനെ അല്ലാഹുവോട് നാം ചോദിക്കുമ്പോൾ ബറക്കത്തിന്റെ മാസത്തിൽ ബറക്കത്തിനെ ചോദിക്കുന്നതിന്റെ കൂടെ ബറക്കത്ത് ധാരാളം അല്ലാഹു നമുക്ക് നൽകുന്ന വഴികൾ ചെയ്യുക. ബറക്കത്ത് നഷ്ടപ്പെടുന്ന വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. തഖ്വയോടെ ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.